അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇറങ്ങിപ്പോയി. ഹലോ ഗൈസ്, വെൽക്കം ടു ത്രിപുങ്കാവ് ചാനൽ. സോ ഫസ്റ്റ് ഡേ അറ്റ് മൈസൂർ. ബഡ്ഡു കം സേ So that's Baddu, this is Shuru. So നമ്മൾ ക്ലാസ് സൈഡിലേക്ക് ഞങ്ങള് ചാമുണ്ടി ഹിൽസ്, എന്തുവാണ് ഈ പറയുന്നത്? ചന്ദ്രമുഖി ഹിൽസ്, ചാമുണ്ടി ഹിൽസ് പോവാണ് ഗൈസ്. സോ 25 ഇത് ഇങ്ങനെയാ അമ്മച്ചി. പാൻറ് കീറിയതാണോ തയ്ച്ചു തരണോ എന്ന് കന്നഡയെ ചോദിച്ച അമ്മച്ചിയോട് മലയാളത്തിൽ സംസാരിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതാണ്ട് ഇതാണ് പാത്ത്. What do you feel? അതല്ല മോനെ, നിനക്കെന്താ തോന്നുന്നത്? അത് വിട്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത് കാണുന്ന മനുഷ്യർക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ടിപ്പ് തരാം. കന്നഡ അറിയത്തില്ലെങ്കിലും ആംഗ്യ ഭാഷയിലെങ്കിലും പറഞ്ഞ് ഓട്ടോക്കാരനെ മനസ്സിലാക്കി ഓട്ടോ കയറി വരിക. ഞങ്ങൾ നിന്ന സ്ഥലത്തുനിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം 100 വെച്ച് 4 ഓട്ടോ കയറിയാണ് വന്നത്. ഈ 4 ഓട്ടോക്കാർക്കും ദൈവഭാഗ്യത്തിന് ഇംഗ്ലീഷും അറിയത്തില്ല, ഹിന്ദിയും അറിയത്തില്ല, മലയാളം ഓഫ് കോഴ്സ് അറിയത്തില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ അണ്ണ ഹിന്ദ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞു കന്നഡക്കാരോട് തമിഴ് സംസാരിച്ച കില്ലാടികളാണ്. അങ്ങനെയാണ് ഞങ്ങൾ സത്യമായിട്ടും ഞാൻ ആ മനുഷ്യൻ തമിഴ് പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹിൽസ് പോണം, എങ്ക പോണം, എങ്ങാനും തമിഴിലുള്ള വാക്ക് കന്നഡയിൽ തെറിയാണെങ്കിൽ ഞാന് അത് സീനായ പോ മോന്. ഞാൻ വിചാരിച്ചു വല്ലതും പറയുമോ. ടീച്ചർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇന്ന് അറിഞ്ഞ. തല നേരെ വെക്കും മോനെ. ഫ്രണ്ടും ബാക്കും കിട്ടും ഗൈസ്. ഫ്രണ്ടും ബാക്കും കിട്ടുന്ന പരിപാടി ഉണ്ട് എൻ്റെ ഫോണിൽ. മോൻ ഷൂസ് ഇട്ടോ? മോൻ ഷൂസ്, ചക്കര ഷൂസ്. ഞാനത് ഇന്നാണ് അറിയുന്നത്. വാ. സോ പുതിയ ഫീച്ചർ കണ്ടു, കൊള്ളാം. അപ്പം നമ്മൾ ചാമുണ്ടി ഹിൽസിൽ പോവാണ്. ഞാൻ ബാംഗ്ലൂർ മൈസൂർ ട്രിപ്പിന് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പക്ഷേ ചാമുണ്ടി ഹിൽസ് വന്നിട്ടില്ല. അപ്പം പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ ആക്ച്വലി ഒരു കോട്ടയത്ത് വന്നോണ്ട് പോകുന്നതാണ്, കാണിക്കാനും പറ്റുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. നാളെ ഞങ്ങൾക്കൊരു, നാളെ അല്ല ആക്ച്വലി ഇന്നാണ്, ഇന്ന് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഫെസ്റ്റ് ഉണ്ട്. അപ്പം ഫെസ്റ്റ് സ്റ്റാർട്ടാവാൻ ഇച്ചിരി സമയം എടുക്കും. സോ ഞങ്ങൾ വിചാരിച്ചു ആ സമയത്ത് പോയി കറങ്ങിയിട്ട് വരാം. അപ്പം ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞാൻ ഇവിടെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ഞാൻ ഇതിങ്ങളുടെ അടുത്തിരിക്കുമ്പോഴത്തേക്കും വ്ളോഗിനൊന്നും പറയാം. അപ്പോൾ ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫെസ്റ്റിനൊരു വീഡിയോ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ഞാനപ്പോൾ ഇന്നും രാത്രി കുത്തിരുന്ന് അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പരിപാടി എൻ്റെ പൊന്നെ, ഞാൻ കുഴിഞ്ഞ് കണ്ണിൻ്റെ ഇടയ്ക്കൽ കുഴപ്പമില്ല. പുറത്തായിരിക്കും പണിയെടുത്തത് പുറത്തായിരിക്കും. അതറിഞ്ഞാൽ അതിവിടെ ഒന്നും കിട്ടിയില്ല. എന്നാലും കണ്ടു, എൻജോയ് ചെയ്തു. ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കുമല്ലോ. ചെറിയ പറയാതിരുന്നാൽ മതിയായിരുന്നു. ഷോർട്ട് ഫിലിമിന് കിട്ടി. ഞാനൊരു ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്യാം. ഞാൻ അഭിനയിച്ച്, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത്, ഞാൻ തന്നെ എഴുതി. ലൈക്ക് മനു ബാക്കി പോയി. എന്താ പറയുക, മനുവിനെ കാണിച്ചു തരാം. മനു എഡിറ്റ് ചെയ്ത്, മനു ക്യാമറ ചെയ്ത്, പിന്നെന്താ, നമ്മൾ കുറേ പേരുടെ, നമ്മുടെ ക്ലാസ്സിൻ്റെ മൊത്തത്തിൻ്റെ കഷ്ടപ്പാടാണ് ആ ഒരു ഷോർട്ട് ഫിലിം. അതിനകത്ത് കുറേ ലൈക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുവാണെങ്കിലും സ്റ്റോറി ആസ്പെക്ട്സ് നോക്കുവാണെങ്കിലും കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാനിവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കും. അപ്പം അതായത് മല്ലിയ. അപ്പോൾ എല്ലാവരും ഇച്ചിരി ആവശ്യത്തിന് പണിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ സ്റ്റോറി ആൻഡ് ലൈക്ക് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. കാര്യം ഞങ്ങളത് 3 ദിവസം കൊണ്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. 8 മിനിറ്റിൻ്റെ സാധനം ഞങ്ങൾ 3 ദിവസം കൊണ്ട് ചെയ്തതാണ്. ഒരു 3 ദിവസം നമ്മൾ ലൈക്ക് അതിൻ്റെ ഷൂട്ടൊക്കെ ചെയ്ത് 3-ാമത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മണിക്ക് ഇരുന്ന് 5 മണി മുതൽ രാത്രി 12 മണി വരെ ഇരുന്ന്. പിന്നെ മനു വീട്ടിൽ പോയി അവിടെ നിന്ന് അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ 2 മണി വരെ അത് പിന്നെയും വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ പണിയെടുത്തിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. സോ ഞാൻ ഇടാം, എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. എൻ്റെ 25 സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ എല്ലാം. അപ്പം നിങ്ങളെല്ലാവരും കാണണം. ആൻഡ് എൻ്റെ സന്തോഷം ഞാൻ എല്ലാവരെയും കാണിക്കും. സോ യാ, ഐ ഹോപ്പ് ഒരു സെക്കൻഡെങ്കിലും കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കിട്ടിയാൽ ഊട്ടി, കിട്ടിയാൽ മന്തി, കിട്ടിയാൽ മന്തി, കിട്ടിയാൽ നമ്മളെല്ലാവരും മന്തി കഴിക്കും, അല്ലെങ്കിൽ ചമ്മന്തി. കിട്ടിയാൽ മന്തി അല്ലെങ്കിൽ ചമ്മന്തി മതി, അതിൻ്റെ ആവശ്യം. സോ ദാറ്റ് ഈസ് ചന്ദ്രകാന്ത കൽപ്പട്ട എവിടെ നല്ല ചമ്മന്തി പുറത്തുവാ. ഞാൻ വിചാരിച്ച പോലെ കാണാൻ കൊള്ളാം. നമുക്കിനി നമ്മുടെ ബാക്ക് ടു ദ ബ്ലോഗിലേക്ക് വരാം. ആരെടുത്തരാ, നമുക്കൊന്നും ഫോട്ടോ എടുത്തരാനില്ലല്ലോ. തോന്നിവാസം പറയുന്നു. ഒരമ്മച്ചി വന്നപ്പോ ഞാൻ സുറുവിന്റെ മടിയിലോട്ടായി. ഒരു മല കാണുന്നുണ്ട് ഗൈസ്. ഇനി അതാണോ ചാമുണ്ഡി ഹിൽസ്? ആയിരിക്കുമോ ചാമുണ്ഡി ഹിൽസ്? ഇതുപോലത്തെ മല പത്തനംതിട്ടയിലും ഉണ്ട്. ഞങ്ങൾ പോകുന്നു. നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ക്യാമറ എനിക്കറിയത്തില്ല, ചില സമയത്ത് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ്. ഞങ്ങൾ ബസ് ഇറങ്ങി. ഇപ്പോൾ നാട്ടുകാരെങ്ങോട്ടോ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളും അങ്ങ് നടക്കുക. ഇതെവിടെ ആണെന്നൊന്നും ചോദിക്കരുത്, അറിയത്തില്ല. യെസ്, വൈ നോട്ട്? ആഫ്റ്റർ 3 months എന്നെ മിസ് ചെയ്തെന്ന് പറയൂ എൻ്റെ 25 സബ്സ്ക്രൈബേഴ്സ്. അത് ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിച്ച എൻ്റെ പിള്ളേർ സബ്സ്ക്രൈബ് ആയി വരുന്നില്ല. ഈ മനുഷ്യരൊക്കെ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. ആണോ? ഓക്കെ ബായ്. അതൊരു അമ്പലമായിരുന്നു ഗൈസ്. ഞാൻ എൻ്റെ മോന്തെ എടുത്തോണ്ടിരുന്നു. എടാ അവിടെ അമ്പലമാണ് ഗൈസ്, തിരിച്ചു പോകുള്ളൂ. പിന്നെ എന്തെറ്റി? ചാമുണ്ഡി അമ്പലമാണ്. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടാണ് അത്രേ പോകുന്നത്. ഞങ്ങൾ അറിഞ്ഞില്ല. അത്ര വലിയ തെറ്റാണോ? അതിപ്പോൾ പടനിലത്ത് വന്നിട്ട് കഴിഞ്ഞാലിപ്പം എവിടാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. അമ്പലത്തിന്റെ ബാക്കിൽ കൂടെ പോകുന്ന വഴിക്കാണ്. ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രാവിലെ പോലെ എന്തൊക്കെയാ പറയുന്നുണ്ട്. അനുഭവിച്ചോ? സബ്സ്ക്രൈബ് ചെയ്ത് പോയില്ലേ? ഞങ്ങൾ നടക്കുന്നു. എടമാണു സഫ്രൂൻ ഭദ്ര പുറകിന്ന് കാറ്. പശുമ്പ നാട്ടി പശു ഉണ്ടാത്ത പോലെ. ദേ അമ്പലം കണ്ടോ ഗായ്സ്? അമ്പലം ഞാൻ കുളിച്ചിട്ടില്ല, എല്ലായിരുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. ദിസ് ഈസ് അമ്പലം. ഐ മീൻ അമ്പലം കാണത്തോലാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് എന്താ ചാമുണ്ഡി അമ്പലം. കണ്ടോ? ഞാൻ നിങ്ങളെ ചാമുണ്ഡി അമ്പലം കാണിച്ചില്ലെന്ന് പറയുന്നത്. നമുക്കിനി ഇങ്ങനെ സംസാരിക്കാം. നോക്കൂ, അതാണ് ചാമുണ്ഡി അമ്പലം. ആ ഫ്രണ്ടിൽ പോകുന്നതൊക്കെ എൻ്റെ ബാക്കി വരുന്നത് വണ്ടി. ഫ്രണ്ടിൽ പോകുന്നതൊക്കെ എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ. ഇതുവഴി കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ നിങ്ങളെ ക്യാമറ തിന്നാൻ വരുന്നതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രക്രിയകൾ എനിക്കറിയില്ല. എന്താ പറഞ്ഞത്? മങ്കിയ അതിൻ്റെയും കൂടെ കുറവേ ഉള്ളായിരുന്നു. കൊള്ളാമല്ലേ? ഞാൻ ആക്ച്വലി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ട്രിപ്പിന് നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പം നിങ്ങളും എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുമോ? ഇതൊക്കെ കാണുമോ? കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റിന് ഫ്ലവർ ചെയ്തില്ല.
പുഷ്പപ്പൂവല്ല തീയാണ്. എനിക്കറിയില്ല. എൻ്റെ ലോട്ടസ് ചാമുണ്ടി വന്ന് ഗൈസ്. ചാമുണ്ടി എത്തി. ദോ കാണുന്നു അമ്പലത്തിൽ മണി അടിക്കുന്നു. കിളിയൊക്കെ പറക്കുന്നു ഗൈസ്. ഫുൾ വ്യൂ ആണ്, ഫുൾ വ്യൂ. ഇതോ അവിടെ നിന്ന് എന്നെ വിളിക്കുന്ന എൻ്റെ വ്യൂ. സത്യം പറയട്ടെ, ആക്ച്വലി ഇവിടെ അല്ല, ഇവിടെയും അല്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നിടത്തുനിന്ന് 2 കിലോമീറ്റർ പിന്നെയും പോകണം അത്രേ. സോ സാഡല്ലേ. അയ്യോ, എന്നെക്കാട്ടിലും വലിയൊരു ചേട്ടൻ പോകുന്നുണ്ടേ. ഒന്നും പറ്റിയില്ല. പാവ അമ്മ നോക്കുന്നു. പശുക്കുട്ടിയുടെ അത്ര ഉണ്ടല്ലോ ദൈവമേ. ഇതൊക്കെ കറി ഒരു കടി അടിച്ചാൽ പിന്നെ തീർന്നു. പുറകിന് വരില്ലേ? യെസ് നോ. ഞാൻ എവിടെയെങ്കിലും വ്ളോഗ് എടുത്തെങ്കിലും നിപ്പുണ്ടോ? എവിടെ ഗായ്സ്? കുരങ്ങന്മാർ, കുഞ്ഞിക്കുരങ്ങും കൂടെ ഉണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ വന്നിട്ട് പറയാം ഒരെണ്ണത്തിനെ നമുക്ക് പാഴ്സൽ പേഴ്സ് ഇട്ടിട്ട് കൊണ്ടുപോകാന്ന് വീട്ടിൽ. പുള്ളിക്കാരി ഒരു പ്രാവശ്യം അതുപോലെ എടുത്തുകൊണ്ട് പോകാനും നോക്കി. ഫോറസ്റ്റുകാർ പിടിക്കാഞ്ഞത് ബാക്കി. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുരങ്ങന്മാരെ കണ്ട് സന്തോഷിക്കുന്ന എൻ്റെ പിള്ളേർ. എങ്ങനെയുണ്ട്? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ചെറിയ കുരങ്ങൊക്കെ ഉണ്ട്. കണ്ട് കുഞ്ഞത്. ഞാൻ ഡാഡി ഗിരിജ റോഡിലേക്ക് ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഫോട്ടോ സെഷൻസ് ഒക്കെ കഴിഞ്ഞ് എങ്ങോട്ടെന്നറിയാതെ നടക്കുകയാണ്. നന്ദിനിയുടെ പാക്കൊക്കെ നല്ല, മറ്റേ മൈസൂർ പാക്ക് അല്ലേ? അത് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരള മിൽമ പോലെയാണ് നന്ദിനി കർണാടക. ഞാൻ പണ്ടെങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 10th ട്രിപ്പ് വന്ന സമയത്തെങ്ങാണ്ട് നന്ദിനി കഴിച്ചിട്ടുണ്ട്. നന്ദിനി പാലിന്റെ മേന്മ, നാടിന്റെ നന്മ. ഇതിനെ ഇപ്പൊ എന്തോ പറയുന്നേ? ആന്റിലോട്ട്. ഹായ് മണക്കോസ്. ഇവിടെ മറ്റേ ഈ കോൺ കിട്ടുമായിരുന്നേ, കോൺ വാങ്ങിക്കായിരുന്നു അല്ലേ? വിശക്കുന്നു വല്ലാണ്ട്. ഞങ്ങൾ തിരിച്ചു വരുന്നു. വെള്ളമൊക്കെ പോണ ഹായ്. ഞങ്ങളെവിടെയാണെന്നറിയാമോ? കടയുടെ എന്നോടെ മൈലാരിയോ? മൈലാരി, വിനായക മൈലാരി ഹോട്ടൽ. കടയിലെ വെയിറ്റിംഗ് വല്ലാത്തൊരു വെയിറ്റിംഗ് ആണ്. പൊന്നളയോ ഒന്നും പറയാനില്ല. വെയിറ്റ് അവസാനം വഴക്കിട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വഴക്കിട്ടിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട് പോലുമില്ല. ഫ്രസ്ട്രേഷൻ, വെറും ഫ്രസ്ട്രേഷൻ. രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, അതിൻ്റെ ഇല വെച്ചു ദോശ കിട്ടി. ആരോ ഇവിടെ പറയുന്ന കേട്ടു ഈ സാധനം ഇങ്ങനെ തേക്കണമെന്ന്. കൈ പൊള്ളുന്നേ ഇല്ല കേട്ടോ, സത്യമായിട്ട് കൈ പൊള്ളുന്നില്ല. ചൂട് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ചമ്മന്തി വീട്ടിൽ നന്നായി കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ദോശ ആക്ച്വലി കൊള്ളായിരുന്നു. 58 രൂപ ഒരു ദോശ. എനിക്കൊരു ദോശ മതിയായിരുന്നു. സോ ഞാൻ അത് കഴിച്ചു. ആൻഡ് ഇപ്പോൾ
കൊക്കക്കോള കുടിച്ചോണ്ടിരിക്കുന്നു. എൻ്റെ അമ്മ കണ്ടതിനെ കൊടുത്തു. അമ്മ കാണണ്ട. ഞങ്ങളിപ്പോൾ ദ വേൾഡ് ഫേമസ് ബാംഗ്ലൂർ കർണാടക ഓട്ടോ റൈഡിലാണ്. അമ്മേ എന്തോരം പറയാനുള്ളത്? ജീവനോട് അങ്ങ് ചെന്നാൽ മതിയായിരുന്നു. പണ്ട് ഞാനൊന്ന് ബാംഗ്ലൂർ പോയപ്പോൾ ഓട്ടോയ്ക്ക് പോയതാ. അപ്പം ഒരു മെട്രോ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നിന്ന് കിട്ടിയ ഓട്ടോയ്ക്ക് കയറി ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ കോളേജിൽ പോകണം. ഇറങ്ങി ഓട്ടോയ്ക്ക് കയറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഓട്ടോയ്ക്ക് കയറി കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇറങ്ങിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ പക്ഷെ ഇതുപോലെ ചെറിയ പരിപാടിയല്ല. പുള്ളിക്കാരൻ വൺ വേയിലോട്ട് ഓട്ടോ അങ്ങോട്ട് എടുത്ത് സ്ട്രെയിറ്റ് ഒരു പാണ്ടിലോറിയുടെ ഫ്രണ്ടിൽ. ഞാൻ ആ നിമിഷത്തിൽ വിളിക്കാത്ത ദൈവങ്ങളില്ല. ഇത്ര എടുത്ത് ഞാൻ സത്യമായിട്ടും കാലിനെ കണ്ടു. അത്ര എടുത്ത് എന്നിട്ട് പെട്ടെന്ന് വെട്ടിച്ചു. ഞാൻ ആ നിമിഷം ഞാൻ വിചാരിച്ച് തീർന്നെന്നറിയാ. അതുപോലെ എനിക്ക് അത് കഴിഞ്ഞ ട്രോമയാണ് ഓട്ടോ. കുക്കരഹള്ളി ലേക്ക്. ഇവിടെ എന്തോ ലേക്ക് ഉണ്ട് ഗായ്സ്. കുക്കരഹള്ളി ലേക്ക്. അണ്ണ ഇല്ലാതെ പെട്രോൾ ഉണ്ടോന്നാണോ നീ നോക്കുന്ന ഇടയ്ക്ക്? അല്ല അവിടെ എന്തോ ട്രക്കിന് സൗണ്ട് കേട്ടു. ഞാനും കേട്ടായിരുന്നു. ഇടിച്ചോ നോക്കിയതാ പുള്ളിക്കാരൻ. കൊറേ നേരം നോക്കും. ഞാനെന്താ പുകയെ